friends, welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നഴ്സറിയിലുള്ള കുറേ വിശേഷങ്ങളും അതേപോലെ തന്നെ പ്ലാന്റുകളൊക്കെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റിനെ നല്ല ഭംഗിയായിട്ട് നിർത്താം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അന്നേരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ബിഗോണിയ കെയറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഓവറായിട്ട് വേണ്ടാത്ത പ്ലാന്റാണ് ബിഗോണിയ. ഓവറായിട്ട് സൺലൈറ്റ്, ചെറിയ സൺലൈറ്റ് കിട്ടുക എന്ന് വെച്ചാൽ ഫുള്ളങ്ങ് ഡാർക്ക് ഷെയ്ഡായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയുടെ കളർ നല്ല ഡാർക്ക് ഗ്രീൻ ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ശ്രദ്ധിച്ച് വെക്കുക. അതേപോലെ തന്നെ ചാണക വെള്ളം ഓവറായിട്ട് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ചാണക വെള്ളം ചേർന്നാലും നൈട്രജൻ കൂടുതലായിട്ട് മണ്ണിൽ കിട്ടും. അന്നേരം പ്ലാന്റ് ബോഡിയിൽ ഈ പച്ച കൂടുതൽ കിട്ടാനായിട്ട് അത് കാരണമാവും. അതുകൊണ്ട് മാക്സിമം ചാണക വെള്ളം കൊടുക്കുന്നത് സ്വല്പം ഒന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ പ്ലാന്റിൻ്റെ വളർച്ചയ്ക്കായിട്ട് വേണമെങ്കിൽ കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് 3 ദിവസം വെച്ച് പുളിപ്പിച്ച തെളി ലൈറ്റായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അത് എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ചതിന് ശേഷം കൊടുക്കുക. അതിന് കളർ കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് ഉപകാരപ്പെടും. അതേപോലെ തന്നെ പ്ലാന്റ് തൈകൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊപ്പഗേഷൻ രീതിയിൽ ലീഫ് പ്രൊപ്പഗേഷൻ ഉണ്ട്. ഇല കട്ട് ചെയ്ത് വെച്ച് നമുക്ക് ഇതേപോലെ തൈകൾ ഉണ്ടാക്കാം, ഇത്തരത്തിലുള്ള തൈകൾ ഉണ്ടാക്കാം. അതേപോലെ തന്നെ മൂട്ടിൽ നിന്നും ചെറിയ ചെറിയ സക്കേഴ്സ് വളർന്നു വരും. അതിനെയും കൂടെ കട്ട് ചെയ്തെടുത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഇലയുടെ രൂപവും അതേപോലെ തന്നെ ഇലയുടെ കളറുകളും ഒക്കെ നോക്കിക്കൊണ്ട് പല വെറൈറ്റീസ് ആയിട്ട് മാറും. അതിനകത്ത് റെക്സ് ബിഗോണിയ, വാക്സ് ബിഗോണിയ, അതേപോലെ തന്നെ ഏഞ്ചൽ വിങ് ബിഗോണിയ ഇങ്ങനെയുള്ളവയൊക്കെ ആയിട്ട് തിരിക്കുന്നുണ്ട്. അതിന് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടി നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ സ്വല്പം ഫാക്ടംബോസ്, ഒരു 10 തരി ഫാക്ടംബോസ് വലിയ ചട്ടികൾക്ക് മൂട്ടിൽ ദൂരെ കൂട്ടി വേര് തട്ടാതെ ലൈറ്റായിട്ടൊരു 10 തരി വീതം കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് പെട്ടെന്ന് നല്ലൊരു ഗ്രോത്ത് കാണിക്കും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടി ഒരു 10 തരി ഫാക്ടംബോസ് ലൈറ്റായിട്ട് ഒരു അതിൻ്റെ എഡ്ജിൽ, ഈ ചെടിച്ചട്ടിയുടെ എഡ്ജ് കണക്കാക്കി ഇട്ട് കൊടുക്കുക. അന്നേരം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നീർവാർച്ചയുള്ള മണ്ണ്, അതായത് വെള്ളം വീണ് കഴിഞ്ഞാലും അത് ഒഴുകി അങ്ങ് പോകത്തക്ക രീതിയിലുള്ള നല്ല ഫിൽട്രേഷൻ നടക്കത്തക്ക രീതിയിലുള്ള മണ്ണിൽ വേണം പ്ലാന്റ് വെക്കാനായിട്ട്. പ്ലാന്റ് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് ചാണകപ്പൊടി പറ്റുമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കുറയ്ക്കുന്നതാണ് ഇപ്പോൾ പുതിയൊരു രീതി. കാര്യം ചാണകം കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്ക് പച്ച കളറായി പോകുന്നത് കൊണ്ട് നമുക്ക് ചാണകം കുറച്ച് ഒഴിവാക്കുക. ദിവസം ഒരു നേരം നന്നായിട്ട് വെള്ളം കൊടുക്കുന്നത് നല്ലതാണ്. ഒരു നേരം ലൈറ്റായിട്ട് വെള്ളം കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കുക, ലൈറ്റായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓവറായിട്ട് എന്ന് വെച്ചാൽ നല്ലപോലെ ചട്ടി നിറയെ വെള്ളം കൊടുക്കരുത്, ലൈറ്റായിട്ടേ വെള്ളം കൊടുക്കാവൂ. ഇപ്പം ബിഗോണിയുടെ ഒരു തരംഗമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ബിഗോണിയെ നമുക്ക് ഇതേപോലെ നമുക്ക് നന്നായിട്ട് പരിചരിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നന്നായിട്ട് ബിഗോണിയ പ്ലാന്റിനെ നിർത്താനായിട്ട് സാധിക്കും. തൈകൾക്ക് ഏകദേശം ഒരു 100 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 250 രൂപ 300 രൂപ വരെ വില വരുന്ന വെറൈറ്റികൾ ഇപ്പോൾ സെയിലിനുണ്ട്. പക്ഷേ മദർ പ്ലാന്റുകൾ സെയിൽ ചെയ്യില്ല. മദർ പ്ലാന്റുകൾ പോയി കഴിഞ്ഞാൽ നമുക്ക് തൈകൾ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ആയിരിക്കുന്ന വലിയ ചട്ടിയിലൊക്കെ ആക്കി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മദർ പ്ലാന്റുകളാണ്. അതിൽ നിന്നാണ് നമ്മൾ തൈകളിനെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്.